വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ ഇവാപ്പറേറ്റഡ് മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവാപ്പറേറ്റഡ് മിൽക്ക് മിക്കവരും തന്നെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പിയിൽ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇവാപ്പറേറ്റഡ് മിൽക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ലെച്ചസ് കേക്ക്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നോട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചായയൊക്കെ വെക്കുന്ന മിൽമയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാൽ കൊണ്ട് ആണ് നമ്മളിന്ന് ഇവാപ്പറേറ്റഡ് മിൽക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പാൽ വാങ്ങിക്കുന്ന ആ ഒരു റേറ്റ് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് ഈ പാല് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത് ഈ പാലിൽ നിന്ന് അതിൻ്റെ ജലാംശം മുഴുവനും വറ്റിച്ചെടുക്കുന്നതിനെയാണ് ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവാപ്പറേറ്റഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് സ്വീറ്റൻഡ് ആയിരിക്കുള്ളൂ. കാര്യം മധുരം ചേർത്തിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കുന്നത്. ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ മധുരമൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇതിനി ഫ്ലെയിം സിം ആക്കിയിട്ടതിന് ശേഷം ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് പാട കൂടി വരുമ്പോഴേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഒന്ന് സൂം ചെയ്ത് കാണിച്ചത്. സൂം ചെയ്ത് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പാല് പതഞ്ഞ് പൊങ്ങി പോവരുത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 25 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നെ പാൽ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നതെങ്കിൽ അതിൻ്റെ 1/4 ഭാഗമാകുന്നത് വരെ വറ്റിച്ചെടുക്കണം. അപ്പോഴേ കറക്റ്റ് ഇവാപ്പറേറ്റഡ് മിൽക്കിൻ്റെ അളവിൽ കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്റ്റീലിൻ്റെ സോസ് പാൻ ആണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം അരികൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പാലിൻ്റെ കളറും ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പാടയും പാലും കൂടെ ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ 25 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ കാണാം പാല് നമ്മൾ ഒഴിച്ചതിൽ നിന്നും 1/4 ഭാഗം വരെ വറ്റി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. അപ്പോൾ ഈ പാടയും ഈ പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അല്ലെങ്കിൽ ആ പാലിൻ്റെ ഇപ്പോൾ നോക്കുമ്പോൾ കാണാം പാലിൻ്റെ പാടയൊക്കെ ആ പാലിൽ വന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ട് അരിച്ചു മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് അരിച്ചെടുക്കുമ്പോഴും ഒരു സ്പൂൺ കൊണ്ട് ശരിക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പാടയിൽ നിന്ന് മുഴുവനായിട്ടും ആ പാല് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതുവരെ ഇതൊന്ന് ഇളക്കി പിഴിഞ്ഞെടുക്കണം ആ പാല്. പിന്നെ അതേപോലെ തന്നെ ഈ പാട നിങ്ങൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ പാട നമുക്ക് കോവയായിട്ട് യൂസ് ചെയ്യാം. എന്തെങ്കിലും പേടയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇത് മിൽക്ക് മെയ്ഡായിട്ട് മിക്സ് ചെയ്ത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ അതേപോലെ ഫേസിൽ ആണെങ്കിലും കുറച്ച് മഞ്ഞളും കൂടെ ചേർക്കുകയാണെങ്കിൽ ഈ പാട നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്താലും നല്ലതായിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവാപ്പറേറ്റഡ് മിൽക്ക് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതിനെ ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇപ്പോൾ ലെച്ചസ് കേക്ക് മിക്കവരും വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നവരാണ്. അപ്പോൾ ഇവാപ്പറേറ്റഡ് മിൽക്ക് കൂടുതൽ വില കൊടുത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ തയ്യാറാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഞാനിപ്പോൾ ലെച്ചസ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഞാനിത് ഗ്ലാസ്സിലേക്കാണ് ജസ്റ്റ് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവാപ്പറേറ്റഡ് മിൽക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.